ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ദേശീയ മൃഗമായ കങ്കാരുവിനെ പോലും കൊലപ്പെടുത്താൻ അനുമതി നൽകുക വഴി വന്യമൃഗങ്ങളുടെ എണ്ണം വനവിസ്തൃതിക്കനുസരിച്ച് നിജപ്പെടുത്തി ജനങ്ങളെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് വന്യമൃഗങ്ങൾ പെരുകുന്നത് തടയാൻ വംശവർദ്ധനവ് നിയന്ത്രിക്കുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് പറഞ്ഞു. കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന വന്യമൃഗാക്രമണങ്ങൾ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായിരിക്കുകയാണെന്നും കർഷകർക്ക് കൃഷി ഇറക്കാനും തോട്ടം തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനും ഒരു തരത്തിലും കഴിയാത്ത സാഹചര്യമാണെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പൗരന് നൽകുന്ന സംരക്ഷണം ഇതുവഴി നഷ്ടമാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വന്യമൃഗങ്ങളെ കൃഷിയിടത്തിൽ ഇറക്കിയും കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതാക്കിയും ഭൂമിയുടെ മേൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നും കർഷകർക്ക് കൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യമൊരുക്കി സംസ്ഥാനത്തെ സമ്പൂർണ്ണമായി വനമാക്കുന്നതിനാണോ അധികാരികൾ ശ്രമിക്കുന്നതെന്ന് സംശയിക്കേണ്ട സാഹചര്യമാണെന്നും ബിനോയ് തോമസ് പറഞ്ഞു. ചാലക്കുടി മേഖലയിലെ വന്യമൃഗശല്യം മൂലം പൊറുതിമുട്ടിയ നായാട്ടുകുണ്ട്, ചൊക്കന, കാലിക്കടവ്, മലമ്പതി, മുപ്ലി, കോടശ്ശേരി, പരിയാരം മേഖലകളിലെ നൂറുകണക്കിന് കർഷകരും തോട്ടം തൊഴിലാളികളും ചേർന്ന് ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ സമരസമിതി ചെയർമാൻ ജോർജ് മനാട്ടുകാലയിൽ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KV ബിജു, KK മുഹമ്മദ് അലി, ഉണ്ണീൻ വില്ലൻ, ജോയ് PT, ചന്ദ്രൻ കാരിക്കടവ്, പ്രകൃതി മൂപ്പൻ, ശ്യാം KV, CB കുഞ്ഞുമുഹമ്മദ് എന്നിവർ സംസാരിച്ചു.